Good morning. Today we will learn regarding the introduction to clinical pharmacology, that is the 8th unit in our syllabus. So first thing is concept of pharmacology. Pharmacology ennal endana? Pharmacology is the study of drugs and their actions on the body. Pharmacology ennal ഡ്രഗ്സ്, അതായത് മരുന്നുകളുടെ ആക്ഷൻസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫാർമക്കോളജി. ഇനി നമുക്ക് ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് ഡ്രഗ്സ് പഠിക്കാം. അതായത് മരുന്നുകൾക്ക്, ഡ്രഗ്സിന് 4 തരത്തിൽ നമുക്ക് നെയിംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ നെയിം, ജനറിക് നെയിം, ഒഫീഷ്യൽ നെയിം ആൻഡ് ബ്രാൻഡ് നെയിം. കെമിക്കൽ നെയിം മീൻസ് സ്റ്റേറ്റ്സ് ഇറ്റ്സ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ആ മരുന്നിൻ്റെ കെമിക്കൽസ്, എന്തൊക്കെ കെമിക്കൽസാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപ്പെടുത്തിയിടുന്ന പേരാണ് കെമിക്കൽ നെയിം. ജനറിക് നെയിം ഈസ് യൂഷ്വലി സജസ്റ്റഡ് ബൈ ദ മാനുഫാക്ചറർ. നെക്സ്റ്റ് വൺ ഈസ് ഒഫീഷ്യൽ നെയിം ആസ് ലിസ്റ്റഡ് ഇൻ ദ US ഫാർമക്കോപ്പിയ. US ഫാർമക്കോപ്പിയയിൽ അനുസരിച്ച് അതിന് എന്ത് പേരാണ് ഇടുന്നത്. ബ്രാൻഡ് നെയിം ഈസ് ട്രേഡ് ഓർ പ്രൊപ്രൈറ്ററി നെയിമാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. സോ നെയിം ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് കെമിക്കൽ നെയിം, ജനറിക് നെയിം, ഒഫീഷ്യൽ നെയിം ആൻഡ് ബ്രാൻഡ് നെയിം. ഫോർ എക്സാമ്പിൾ പാരസെറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് N-അസറ്റൈൽ P അമിനോഫിനോൺ. ജനറിക് നെയിം അസറ്റാമിനോഫൻ ഓർ പാരസെറ്റമോൾ. ഒഫീഷ്യൽ നെയിം ഈസ് അസറ്റാമിനോഫൻ. ബ്രാൻഡ് നെയിംസ് ടിലനോൾ, പാനഡോൾ, കാൽപോൾ, ഡോളോ, എയ്സ്. ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് ഉണ്ട്. ഇനി നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ കൺസിഡറേഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ് പഠിക്കാം. മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് നഴ്സസ് ഹു അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. അപ്പോൾ നഴ്സസ് മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ ആക്ഷന് അവർ റെസ്പോൺസിബിളാണ്. ക്ലാരിഫൈ, ക്വസ്റ്റ്യൻ എനി ഓർഡേഴ്സ് ദാറ്റ് ആർ ഇല്ലെജിബിൾ ഓർ ഇൻകറക്റ്റ്. അതായത് വായിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നുന്നതെല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻസിന് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ബി നോളജബിൾ എബൌട്ട് ദ മെഡിക്കേഷൻസ് ദാറ്റ് യു അഡ്മിനിസ്റ്റർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നിന് നമ്മൾ നോളജബിൾ ആയിരിക്കണം. ആ മെഡിക്കേഷൻസിൻ്റെ ആക്ഷൻസും റൂട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നാർക്കോട്ടിക്സ് ആൻഡ് ബാർബിറ്റുറേറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. നാർക്കോട്ടിക്സ്, ബാർബിറ്റുറേറ്റ്സ് നമ്മൾ ലോക്ക് ചെയ്ത് കീ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക, അത് ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. ടേക്ക് മെഡിക്കേഷൻസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓൺലി ഫ്രം എ ക്ലിയർലി ലേബിൾഡ് കണ്ടെയ്നർ. അതായത് വ്യക്തമായിട്ട് എഴുതി ഒട്ടിച്ച ഒരു കണ്ടെയ്നറിൽ നിന്ന് മാത്രമേ നമ്മൾ മരുന്ന് കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ പാടുള്ളൂ. ഡു നോട്ട് അഡ്മിനിസ്റ്റർ ലിക്വിഡ് മെഡിക്കേഷൻസ് ദാറ്റ് ആർ ക്ലൗഡി ഓർ ഹാസ് കളർ ചേഞ്ച്. അതായത് നമ്മൾ ലിക്വിഡ് മെഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ക്ലൗഡിയാണ്, അല്ലെങ്കിൽ അതിന് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ക്ലയൻസിന് കൊടുക്കാൻ പാടില്ല. ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ഡ്രഗ് ഡോസസ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് മരുന്നിൻ്റെ ഡോസേജ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോർമുല അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. അഡ്മിനിസ്റ്റർ ഓൺലി മെഡിക്കേഷൻസ് ദാറ്റ് ആർ പേഴ്സണലി പ്രിപ്പയർഡ്. നമ്മൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ നമ്മളെടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഐഡൻറ്റിഫൈ ദ ക്ലയൻറ്റ് കറക്റ്റ്ലി ബിഫോർ അഡ്മിനിസ്റ്ററിങ് എ മെഡിക്കേഷൻ. ഏതൊരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ ക്ലയൻറ്റിൻ്റെ പേരും ഏജും കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഡു നോട്ട് ലീവ് മെഡിക്കേഷൻസ് അറ്റ് ദ ബെഡ് സൈഡ് എക്സെപ്റ്റ് സർട്ടൻ മെഡിക്കേഷൻസ് ലൈക്ക് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ പോലുള്ള മരുന്നുകൾ കാർഡിയാക് ഡ്രഗ്സ് ആണ്, അഞ്ജൈനയ്ക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണ്, നെഞ്ചുവേദന, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിന് കൊടുക്കുന്ന മരുന്നുകളാണ് നൈട്രോഗ്ലിസറിൻസ്. സോ മറ്റുള്ള ഒരു മരുന്നും പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡ് വച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. പേഷ്യൻസ് കഴിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇഫ് എ പേഷ്യൻറ്റ് വൊമിറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഓറൽ മെഡിക്കേഷൻസ് റിപ്പോർട്ട് ടു ദ നേഴ്സ് ഇൻചാർജ് ആൻഡ് ഫിസിഷ്യൻ. ഇപ്പോൾ നമ്മൾ ക്ലയൻസിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻ്റ് ഇപ്പോൾ വൊമിറ്റ് ചെയ്യുവാണ് എങ്കിൽ നമ്മൾ നേഴ്സ് ഇൻചാർജിനെയോ, നമ്മുടെ വാർഡിലൊരു ഇൻചാർജ് കാണുമല്ലോ, അപ്പോൾ നേഴ്സ് ഇൻചാർജിനെയോ ആ മരുന്ന് എഴുതിയ ഫിസിഷ്യനെയോ നമ്മൾ ഇൻഫോം ചെയ്യുക. ഇഫ് എ മെഡിക്കേഷൻ ഈസ് വൊമിറ്റഡ് ഫോർ എനി റീസൺ റെക്കോർഡ് ഇറ്റ് ഇൻ നേഴ്സസ് നോട്ട്സ് വിത്ത് റീസൺസ്. ഇപ്പോൾ ക്ലയൻറ്റ് മെഡിസിൻ വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നമ്മുടെ നേഴ്സസ് നോട്ടിൽ നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ റീസൺ എഴുതുക. ഇഫ് എനി എറർ ഒക്കേർഡ് ഇൻ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ടു ദ നേഴ്സ് ഇൻചാർജ് ഓഫ് ഫിസിഷ്യൻ. നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം നേഴ്സ് ഇൻചാർജിനെയും പിന്നെ ഫിസിഷ്യനെയും നമ്മൾ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ
കോമൺ ആയിട്ടുള്ള കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന് ഉള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് പർപ്പസസ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ടു ട്രീറ്റ് ഓർ ക്യൂർ ദ ഡിസീസ്, അസുഖം ട്രീറ്റ് ചെയ്യാൻ, ചികിത്സിക്കാനും കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ടു പ്രിവെൻറ്റ് ദ ഡിസീസ്, അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടി. ടു ഡയഗ്നോസ് എ ഡിസീസ്, കണ്ടെത്താൻ വേണ്ടി. ടു റിലീവ് സിംറ്റം, അതായത് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. പാലിയേറ്റീവ് കെയറിന് വേണ്ടി. ന്യൂട്രീഷണൽ സപ്പോർട്ടിന് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക്